കാലിക്കറ്റ് സർവകലാശാല സിൻഡിക്കേറ്റ് യോഗത്തിൽ സീറ്റിനെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് പുതിയ വൈസ് ചാൻസലർ ഡോക്ടർ പി രവീന്ദ്രൻ പങ്കെടുക്കുന്ന ആദ്യ യോഗം അരമണിക്കൂർ പ്രക്ഷുബ്ധവേദിയായി. അടിയന്തര അക്കാദമിക് വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ട യോഗത്തിൽ ഇടതുപക്ഷ സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ പാർട്ടി സീനിയോറിറ്റി പരിഗണിക്കാതെ സെക്യൂരിറ്റി സ്റ്റാഫ് സീറ്റ് ക്രമീകരിച്ചതാണ് പ്രശ്നമായത്. അഡ്വക്കേറ്റ് പി കെ ഖലീമുദ്ദീൻ, അഡ്വക്കേറ്റ് എൽ ജി ലിജീഷ് എന്നിവരാണ് തർക്കം ആരംഭിച്ചത്. ആദ്യത്തെ അരമണിക്കൂർ നേരം സീറ്റ് തർക്കം തുടർന്നു. ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ താൽപര്യത്തിനനുസരിച്ച് സീറ്റ് ക്രമീകരിക്കാൻ വൈസ് ചാൻസലർ നിർദ്ദേശിച്ചതിനെ തുടർന്നാണ് പ്രശ്നം അവസാനിച്ചത്. വൈസ് ചാൻസലറുടെ ഓഫീസിലെ ജീവനക്കാരെയും സെക്യൂരിറ്റി സ്റ്റാഫ് അംഗങ്ങളെയും ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഭീഷണിപ്പെടുത്തിയെന്ന് ആക്ഷേപം ഉയർന്നിരുന്നു. അതേസമയം ഇൻസ്ട്രുമെന്റേഷൻ എഞ്ചിനീയറെ തരം താഴ്ത്തിയ കാലിക്കറ്റ് സർവകലാശാല സിൻഡിക്കേറ്റ് തീരുമാനം റദ്ദാക്കിയ ചാൻസലറുടെ തീരുമാനത്തിനെതിരെ ഹൈക്കോടതിയിൽ പോകാനുള്ള സിൻഡിക്കേറ്റ് തീരുമാനം അപഹാസ്യമാണെന്ന് മുൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് പയസ് കുര്യാക്കോസ്. സർവകലാശാല സ്റ്റാൻഡിംഗ് കൌൺസിൽ ശശീന്ദ്രൻ നൽകിയ നിയമോപദേശം തെറ്റാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. സർവകലാശാല അഭിഭാഷകന്റെ നിയമോപദേശത്തിൽ വ്യക്തതയില്ലാത്തതിനാൽ പുതിയ വൈസ് ചാൻസലർ ഡോക്ടർ പി രവീന്ദ്രൻ വിരമിച്ച ചീഫ് ജസ്റ്റിസിന്റെ നിയമോപദേശം തേടുകയായിരുന്നു. പുതിയ നിയമോപദേശം വിശദമായി ചർച്ച ചെയ്യാൻ മാറ്റി. വിദൂര പഠന കോഴ്സുകൾ ഈ വർഷം മുതൽ പുനരാരംഭിക്കുന്നത് സബ് കമ്മിറ്റി പഠിച്ച റിപ്പോർട്ട് നൽകും. സർവകലാശാലയിൽ നടന്ന ഡിജിറ്റലൈസേഷൻ പ്രക്രിയയിൽ ക്രമക്കേടുണ്ടെന്ന് ആരോപിച്ച് ഇൻസ്ട്രുമെന്റേഷൻ എഞ്ചിനീയർ മുഹമ്മദ് സാജിദിനെതിരെ സിൻഡിക്കേറ്റ് എടുത്ത ശിക്ഷാ നടപടി മുഹമ്മദ് സാജിദിന്റെ അപ്പീൽ പരിഗണിച്ച് റദ്ദാക്കിയ വിധി അപ്പലേറ്റ് അതോറിറ്റിയായ ചാൻസലർ എല്ലാ നിയമപ്രക്രിയകളും പൂർത്തിയാക്കിയും നിയമങ്ങൾ സസൂക്ഷ്മം പരിശോധിച്ചെടുത്തതുമാണെന്ന് അത് സംബന്ധിച്ച രേഖകൾ പരിശോധിച്ചതിൽ നിന്ന് മനസ്സിലാവുന്നുവെന്ന് നിയമോപദേശത്തിൽ പറയുന്നു. അപ്പലേറ്റ് അതോറിറ്റിയായ ചാൻസലർ ഇത് സംബന്ധിച്ച രേഖകൾ പരിശോധിച്ചതിൽ നിന്ന് കണ്ടെത്തിയ കാര്യം സാജിദിന്റെ പങ്ക് വെറും സാങ്കേതികം മാത്രമാണെന്നും മറ്റുദ്യോഗസ്ഥർക്കാണ് കൂടുതൽ ഉത്തരവാദിത്തം എന്നുമാണ്. ഈ വിഷയത്തിൽ പരാതിക്കിടയായ പർച്ചേസിൽ ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെട്ട പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിലെ അടക്കം എല്ലാ തലത്തിലുമുള്ള മുഴുവൻ ഉദ്യോഗസ്ഥരെയും ഉൾപ്പെടുത്തി സമഗ്രമായ ഒരു അന്വേഷണത്തിന് വൈസ് ചാൻസലർ ഉത്തരവിടുന്നതും ഉചിതമായിരിക്കും. കലാമണ്ഡലം യൂണിവേഴ്സിറ്റിയിലും സമാന സംഭവം ഉണ്ടായിരുന്നു. കലാമണ്ഡലം കൽപ്പിത സർവകലാശാല വിസി ഗവർണറുടെ ഉത്തരവ് ചോദ്യം ചെയ്ത് ഹൈക്കോടതിയെ സമീപിച്ചത് വലിയ വിവാദമായിരുന്നു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഇതേ അഭിഭാഷകന്റെ നിയമോപദേശപ്രകാരമാണെന്ന് അന്ന് ആരോപണം ഉണ്ടായിരുന്നു. സർക്കാരിന്റെ കർശന നിർദ്ദേശപ്രകാരം യൂണിവേഴ്സിറ്റിക്ക് ഗവർണർക്കെതിരെ ഫയൽ ചെയ്ത ഹർജി പിൻവലിക്കേണ്ടതായി വന്നു.